ഇത് ജൂലൈ 1 മുതലുള്ള നിങ്ങളുടെ ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഒരു കാർഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സക്സസ് ആണോ, എന്താണ് കണക്ട് ചെയ്ത് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ മോർണിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 3 പ്രാവശ്യം റാബിറ്റ് 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 അങ്ങനെ പറഞ്ഞു വേണം നിങ്ങൾ, അതായത് രാവിലെ നിങ്ങൾ ഉറക്കം ഉണർന്ന് നിങ്ങളിങ്ങനെ കയ്യിലൊക്കെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫസ്റ്റ് പറയേണ്ടത് റാബിറ്റ് റാബിറ്റ് റാബിറ്റ്. ഈ ഒരു മന്ത് ഫുള്ള് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും, സക്സസ് ആയിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എടുത്തൊരു കാർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു കാർഡാണ് കേട്ടോ. ഇതിലെന്ന് പറയുന്നത് പുതിയ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ ജീവിതത്തിൽ നല്ല നല്ല തുടക്കങ്ങൾ, കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള ഒരു വിവാഹം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പണം, നിങ്ങൾക്ക് പൈസയൊക്കെ കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങളെ തേടി വരുന്നുണ്ട്. ആ പൈസ തരാൻ അവർ തയ്യാറാണ്. ചിലരൊക്കെ ചോദിച്ച് വർഷങ്ങളായിട്ട് പൈസ ചോദിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസയൊക്കെ നിങ്ങൾക്ക് തരാനുള്ളൊരു മനസ്ഥിതി കാര്യങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സംതൃപ്തി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു സക്സസ്, അതിലൊരു നല്ല രീതിയിലുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു ഫലം, അതിന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള സക്സസ്സും കിട്ടിയില്ല, അതിനൊരു ഇത്ര പരിശ്രമിച്ചു അതിൻ്റെ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ഈ ഒരു മന്ത് നല്ല സക്സസ് ചെയ്യുന്ന ഒരു മന്താണ് കേട്ടോ. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു സമാധാനവും സന്തോഷവും, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളിൽ നിന്ന് മാറി നല്ല രീതിയിലുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ഉന്മേഷം നൽകുന്ന ഒരു ദിവസങ്ങളാണ് ജൂലൈയിൽ വരാൻ പോകുന്നത്. ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്ന രീതിയിലാണ് കാണുന്നത്. ബന്ധങ്ങളിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്. അവിവാഹിതരൊക്കെ ആണെങ്കിൽ, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരാനുണ്ട്. ഇപ്പോൾ പ്രണയിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രണയം ശരിയാണോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ നല്ലൊരു പ്രണയത്തിലേക്ക്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ വരാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മന്താണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ഇനി നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയറിലാണെങ്കിലും ഒരുപാട് നാളായിട്ട് പ്രൊമോഷൻസ്, സാലറി ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അതും നല്ല രീതിയിൽ തന്നെ ലാഭം, നല്ലൊരു സക്സസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ സ്ഥലക്കച്ചവടം നടത്തുന്നവർക്കായിക്കോട്ടെ അതിനും ഒരു ലാഭം കാണുന്നുണ്ട്. പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നൊക്കെ നിങ്ങളിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ സ്വർണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്, കുറച്ച് പൈസ റെഡിയായിട്ട് വേണം മേടിക്കാമെന്ന് വെച്ചെങ്കിൽ നിങ്ങളതിന് ഒരു പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം റെഡിയായിട്ട് വേണം, ആ ചിട്ടി വിളിച്ചിട്ട് വേണം നിങ്ങൾക്കൊന്ന് കുറച്ച് സ്വർണ്ണം മേടിക്കാൻ. നിങ്ങൾക്ക് ആ സ്വർണ്ണം ഈ ഒരു മന്ത് മേടിക്കാൻ പറ്റും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കേട്ടോ. പിന്നെ പുരുഷന്മാർക്ക് പറ്റില്ല എന്നല്ല പറയുന്നത്, സ്ത്രീകൾക്ക് കുറച്ച് മുൻഗണന കാര്യങ്ങൾക്ക് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിഥുനം രാശിയിലൊക്കെ എന്ന് പറയുമ്പോൾ ഇതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സ്വർണ്ണവുമായി ബന്ധപ്പെടുന്നതൊക്കെ മേടിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രമോഷൻ, കരിയറിലുള്ള നല്ല ഉയർച്ച, ഓപ്പർച്യൂണിറ്റീസ്, ജോബ് കാര്യങ്ങളൊക്കെ, നല്ല നല്ല ജോബുകൾ നിങ്ങളെ തേടി വരിക. ചിലപ്പോൾ ജോബ് ആദ്യമായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കും, അവർക്കും നല്ല രീതിയിലുള്ള ഒരു ജോബ് കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കരിയർ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും സാമ്പത്തികമായിട്ടുള്ളൊരു ജീവിതവും ദാമ്പത്യ ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനവും, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു സന്തോഷ വാർത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനുള്ള നല്ല ചാൻസസ് ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വരാൻ പോകുന്ന പൂർവികരുടെ സ്വത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ കുറച്ച് ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 100-80 പേർക്ക് നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊമോഷനായിട്ടുള്ള ലൈഫിൽ തന്നെ ഒരു പ്രൊമോഷൻ, നിങ്ങൾക്ക് ജോബിൽ മാത്രമല്ല ലൈഫിൽ തന്നെ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണക്റ്റഡ് ആവുന്ന ആൾക്കാരാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലുമൊക്കെ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയൊരു നേട്ടമാണെങ്കിൽ പോലും നിങ്ങളതിൽ സന്തോഷിക്കണം, നന്ദി പറയണം. അത്രമാത്രമാണ് ഇതിലൊരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക്
എത്ര ചെറിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര വലിയൊരു കാര്യമാണ് കിട്ടുന്നതെങ്കിൽ ആ കാര്യത്തിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ നന്ദി പറയുക, മുന്നോട്ട് പോവുക, നല്ല രീതിയിലുള്ള വിനയഭാവം നിങ്ങൾ കാണിക്കുക. ലൈഫിൽ വീണ്ടും 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 നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായിരിക്കും. ഒരു ചെറിയൊരു മൂക്കുത്തിയാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നന്ദി പറയുക. ചിലപ്പോൾ നാളെ നിങ്ങൾ വലിയൊരു കമ്മലായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ മുന്നിലേക്ക് പോവാം. ലൈഫ് ഭയങ്കര സക്സസ്സാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.